ചങ്ങായിമാരെ നമ്മളെ വളവട്ടം പാലത്തിൻ്റെ ബ്ലോക്ക് സക്സസ് ആയതിനു ശേഷം പുതിയ റൂട്ടെല്ലാം വന്നിപ്പോൾ സക്സസ് ആയതിനു ശേഷം നമ്മളെ ന്യൂ സ്ട്രീറ്റിൽ ഇപ്പോൾ പുതിയ ബ്ലോക്കിൻ്റെ പുതിയ റൂട്ടെല്ലാം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം പരീക്ഷണാടിസ്ഥാനമാണ്. ഇപ്പോൾ 1 വീക്കാന്ന് തോന്നുന്നു. 1 വീക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ഒരു റൂട്ടെല്ലാം ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാൻ നമുക്ക്. ഓക്കെ, പരിഷ്കരണത്തിൻ്റെ ഭാഗമായി എന്താ പുതിയൊരു റൈറ്റിലേക്ക് തിരിയുന്ന കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങത്തോളം ക്ലോസ് ആയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നേരെ റൈറ്റ് എന്തെങ്കിലും തിരിയണമെങ്കിൽ അതൊന്നും നടക്കില്ല. അതെല്ലാം ക്ലോസ് ആയിട്ടുള്ളത് പരീക്ഷാടിസ്ഥാനത്തിലാണ്. സക്സസ് ആയെങ്കിൽ കിടിലാവുമല്ലോ ഗായ്സ്. കാരണം പുതിയൊരുവിൻ്റെ ബ്ലോക്ക് അനുവദിക്കാത്ത ആരുണ്ടാവില്ല. അമ്മാതിരി ബ്ലോക്കാണ് പുതിയൊരുണ്ടാവില്ല. എന്തായാലും നോക്കട്ടെ, പരീക്ഷണം വിജയിക്കും നോക്കാം. ബാക്കി അങ്ങോട്ടോളം കാണിച്ചു തരാം. ഹലോ, അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ നിന്ന് വരുന്ന വണ്ടിയെല്ലാം ഇനി നമ്മളെ കാട്ടാമ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ സ്ട്രൈറ്റ് പോവുക. അങ്ങ് പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് വരേണ്ടി വരും. കാരണം ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നേരെ റൈറ്റ് തിരിയാൻ കഴിയില്ല. കാട്ടാമ്പള്ളിയിലേക്ക് പോകുന്ന റൈറ്റ് തിരിയാൻ കഴിയില്ല. അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് പോയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് വരേണ്ടി വരും. നോക്കിയാൽ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റൈറ്റ് അങ്ങോട്ടേക്ക് തിരിയണമെങ്കിൽ നേരെ ലാസ്റ്റ് പോയിട്ട് യൂട്ടേൺ അടിച്ച് വരാം. നമ്മളെ പുതിയ ട്രാഫിക് പരീക്ഷണമാണ്. എന്തായാലും സക്സസ് ആയാൽ കിടിലാവും. ഓക്കെ, ഇതിന് ബുദ്ധി പറഞ്ഞെടുത്ത് ആരാന്നറിയില്ല. എന്തായാലും സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ പുതിയൊരുവിൻ്റെ ബ്ലോക്കിലൊരു ശാശ്വത പരിഹാരമാവും. സക്സസ് ആകട്ടെ. ബാക്കി അങ്ങോട്ടേക്കുള്ള ഞാൻ കാണിച്ചു തരാം. കണ്ണൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി മൊത്തം കണ്ട മൊത്തം റൈറ്റ് ടേൺ ഒരിക്കലും അനുവദിക്കില്ല. അങ്ങനെ ലാസ്റ്റ് നിന്ന് യൂട്ടേൺ അടിച്ചിട്ട് വരുക. അതേ നടക്കും. നോക്കാം, പരീക്ഷണമല്ല. എന്തായാലും സക്സസ് ആയിട്ട് നമ്മളിവിടുത്തെ ബസ് സ്റ്റോപ്പെല്ലാം മാറ്റിനെ. അപ്പോൾ നമ്മൾ കണ്ണൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡുള്ള ബസ് സ്റ്റോപ്പാണ്. ഇപ്പോൾ മൊത്തം താൽക്കാലികമായിട്ട് മൊത്തം ക്ലോസ് ചെയ്തിട്ടുള്ളത്. കണ്ട മൊത്തം ക്ലോസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയില്ല, കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡുള്ള ബസ് സ്റ്റോപ്പാണ്. ഒരു ബോർഡെല്ലാം വെച്ചിട്ടല്ല, ബോർഡിൽ പറക്കുന്ന താൽക്കാലികമായിട്ട് 31 മുതൽ ഇതാണ് പുതിയ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള. എന്തായാലും സക്സസ് ആയിട്ടല്ലേ. അല്ല, ബസ് സ്റ്റോപ്പ് അങ്ങോട്ടേക്ക് മാറ്റി, അങ്ങോട്ടേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ഹൈവേയിലേക്ക്. ബസ് സ്റ്റോപ്പിലേക്കുള്ള വീഡിയോ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ സക്സസ് ആക്കിയാൽ പുതിയൊരു ബ്ലോക്കും കൂടി മാറിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയാവും നമ്മളെ കണ്ണൂർ. ഓക്കെ, ആ പഴയ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നേരെ കുറേ മുമ്പോട്ട് വരണം. കുറേ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബസ് സ്റ്റോപ്പ് കിട്ടാം. ഏകദേശം കാണിച്ചു തരാം. റോഡും കൂടെ ഒന്ന് ടാർ ചെയ്ത് അടിപൊളിയാവും. എല്ലാം വരും, പടിയെ വരും. ഇൻഷാല്ലാ പിന്നെ സക്സസ് ആവും. ഓക്കെ, ബസ് സ്റ്റോപ്പ് നേരെ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവിടെ പിന്നെ പണ്ട് ഓട്ടോ സ്റ്റാൻഡിലുണ്ട്, അടുത്തേക്ക് മാറ്റി. ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡ് ടെമ്പോൻ്റെ സ്റ്റാൻഡ്. ഇവിടത്തേക്ക് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് മാറ്റി. കണ്ടാ ബസ് സ്റ്റോപ്പ്. നമ്മളെ കണ്ണൂർ ടൗണിൽ നിന്ന് വരുന്ന എല്ലാ ബസ്സും ഇനി ഇവിടെ നിർത്താൻ കേട്ടോ. നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാകും. കണ്ണൂർ ടൗണിൽ നിന്ന് വരുന്ന എല്ലാ ബസ്സും ഇത് ലെഫ്റ്റ് സൈഡ് വന്ന് ഇവിടെ നിർത്താൻ കേട്ടോ. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ വേണ്ട. പണ്ടത്തെ ടെമ്പോൻ്റെ സ്റ്റാൻഡാണ്, അടുത്തേക്ക് മാറ്റി. ഇവിടെ ആകുമ്പോൾ സൈഡിൽ വിശദമായി ബസ്സിന് റോഡിൽ നിന്ന് സുഖമായിട്ട് മാറിയിട്ട് ലെഫ്റ്റ് അടുപ്പിച്ച് ഇവിടെ ഇങ്ങനെ ബസ് നിർത്തുകയും ചെയ്യാം. അപ്പോൾ കുറേ ബ്ലോക്ക് അങ്ങനെയും കുറയും. അപ്പോൾ ചങ്ങായിമാരെ, കണ്ണൂർ ടൗണിൽ നിന്ന് വരുന്ന വണ്ടി നേരെ കാട്ടാമ്പള്ളി പോകണമെങ്കിൽ സ്ട്രൈറ്റ് നമ്മളെ പുതിയ ബസ് സ്റ്റോപ്പും കഴിഞ്ഞ് നേരെ ഇങ്ങനെ വരിക. ഇവിടുന്ന് യൂട്ടേൺ അടിക്കുക. നല്ല വിശാലമായ യൂട്ടേണാണ്. എന്നാലും കുറച്ച് കൺജസ്റ്റഡ് ഉണ്ടാവും അങ്ങനെ വരുന്ന വണ്ടി ഇതെല്ലായിട്ട്. അല്ലാതെ കാലക്രമേണ ശരിയായിക്കോളൂ. ഫസ്റ്റ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. നേരെ യൂട്ടേൺ അടിക്കുക, അടിച്ച് പോയിക്കോളുക. അങ്ങനെ ലെഫ്റ്റ് കട്ടിയിട്ട് അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നമ്മളെ കാട്ടാമ്പള്ളി അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. നല്ല വിശാലമായ യൂട്ടേൺ അടിക്കാനുള്ള സ്ഥലമുണ്ട്. എന്തായാലും പുതിയ പരിഷ്കരണമല്ലേ, ജനങ്ങൾക്കൊന്ന് ടച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കൺഫ്യൂഷൻ കാര്യമെല്ലാം ഉണ്ടാവും. എന്നാലും സക്സസ് ആയിട്ട് ഇപ്പോൾ കാരണം കുറേ പുതിയൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1.5 ബ്ലോക്കാണ്. അത് അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. കണ്ണൂർക്കാർ കുറവായിരിക്കും. എന്താവശ്യത്തിന് പോകുന്ന ആൾക്കാരും തളിപ്പറമ്പ് അങ്ങനെ ഇങ്ങനെ പോകുന്ന ഈ പുതിയൊരു ബ്ലോക്ക് വളരെ പ്രശ്നമായിരിക്കും. നമ്മളെ വളവട്ടം എന്തായാലും സക്സസ് ആയില്ലേ. അപ്പോൾ നമ്മളെ പുതിയ റൂട്ട് എല്ലാവർക്കും കുറച്ച് ഫസ്റ്റ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും സക്സസ് ആയിട്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവർക്കും എന്തായാലും സക്സസ് ആയിട്ട് നമ്മളെ വളവട്ടം പാലം പോലെ തന്നെ സക്സസ് ആയിട്ട്. അപ്പോൾ ഓക്കെ, പുതിയ യൂട്ടേണിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ.